ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെന്ന് വെച്ചാൽ ചെറിയൊരു കമ്പാരിസൺ വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചാനലിൽ ട്രെൻഡ് ലൈനിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് റിവ്യൂവിന് പുറമെ കംഫർട്ട് ലൈനായിട്ട് കമ്പയർ ചെയ്യാമെന്ന് വെച്ചു. കാരണം രണ്ട് വെഹിക്കിൾ അടുത്തടുത്ത് കിട്ടിയതുകൊണ്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് ലൈൻ TSI വരുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ മെയിൻലി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ട്രെൻഡ് ലൈനെ കുറിച്ചിട്ടായിരിക്കും. അതിന് പുറമെ കംഫർട്ട് ലൈനിൽ എന്തൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് കംഫർട്ട് ലൈനിലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ഫോഗ് ലാമ്പ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രെൻഡ് ലൈനിലേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും തന്നെ അവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെയുള്ള ഒരു ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ അകത്താണ്. ഗ്രില്ലിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹണികോം ഗ്രില്ലിന് പുറമെ തന്നെ അവിടെ ഒരു ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ട്രെൻഡ് ലൈനിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴുള്ള ചേഞ്ചസും കാര്യങ്ങളും. അല്ലാതെ എൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം ആണ്. അതായത് പോളോയിൽ എല്ലാ മോഡൽസിലും വരുന്ന സെയിം ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുഞ്ഞ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാണാം. കംഫർട്ട് ലൈൻ ഞാൻ പറഞ്ഞു ഫോഗ് ലാമ്പ് ഉണ്ട്. ട്രെൻഡ് ലൈൻ ആണെങ്കിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഫോഗ് ലാമ്പ് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ പ്രത്യേകിച്ച് തിരിയണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഗ്രില്ല് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിലാണ് പിന്നെയുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ടയറിൻ്റെ സൈസിൽ, അതായത് ഇത് നമുക്ക് വരുന്നത് ട്രെൻഡ് ലൈൻ വരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ട്രെൻഡ് ലൈൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഇഞ്ചാണ് വരുന്നത്. 14 ഇഞ്ച് വിത്തൗട്ട് അലോയ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എൽ കപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രെൻഡ് ലൈനിൽ കിട്ടും. കമ്പനിയുടെ ഫോക്സിൻ്റെ ലോഗോ ഉള്ള വീൽ കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഓൺ റോഡ് പ്രൈസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൽ അഡീഷണൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ട്രെൻഡ് ലൈനിൽ വരുന്നത് വെച്ചാൽ 14 ഇഞ്ചും കംഫർട്ട് ലൈനിൽ വരുമ്പോൾ 15 ഇഞ്ചാണ് വരുന്നത്. കംഫർട്ട് ലൈനിൽ വരുമ്പോൾ അലോയ് വീൽ വരുന്നുണ്ട്. അത് ഡയമണ്ട് കട്ട് അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതാണ് ചേഞ്ചസ് ഉള്ളത്. വേറെ അഡീഷണൽ ചേഞ്ചസ് കാര്യങ്ങളൊന്നും സൈഡ് പ്രൊഫൈലില്ല. അതായത് ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ സെയിം ബോഡി കളറാണ്. കംഫർട്ട് ലൈനിൽ വരുമ്പോൾ സെയിം ബോഡി കളറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ റിയർ വ്യൂ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെയിം, അതായത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് പോളോയുടെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് TSI ബാഡ്ജിങ്ങും കംഫർട്ട് ലൈനിൽ കാണാൻ പറ്റും. അതിന് പുറമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. അതായത് പോളോയുടെ ബാഡ്ജിങ് മാത്രമേ ഉണ്ടാവും. കാരണം ഇത് TSI അല്ല വരുന്നത്, MPI ആണ് വരുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് പോളോയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. കംഫർട്ട് ലൈൻ ആയതുകൊണ്ടാണ് TSIയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ പുറകിൽ വരുന്നത്. ഓക്കെ, ഇത് വരുന്ന MPI ആണ്. 75 bhp പവറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ എഞ്ചിൻ്റെ സ്പെക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. എഞ്ചിൻ സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ലൈനിൽ TSI എഞ്ചിന് 110 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ ലൈനിലും അതുപോലെ തന്നെ GTയിലൊക്കെയുള്ള സെയിം എഞ്ചിനാണ് വരുന്നത്. TSIയുടെ 1 ലിറ്റർ ടെർബോ എഞ്ചിനാണ് വരുന്നത്. 110 bhp പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ട്രെൻഡ് ലൈനിലേക്ക് പോവുകയാണെങ്കിൽ ട്രെൻഡ് ലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 75 bhp ഉള്ള നോർമൽ MPI എഞ്ചിൻ മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് എഞ്ചിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നേരെ നമുക്ക് ട്രെൻഡ് ലൈനിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ അത് പറയാം. കാരണം ഇത് നിങ്ങൾക്ക് കാണുന്നത് വെച്ചാൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ അത് അഡീഷണലി ആഡ് ചെയ്തതാണ്. ബ്ലൂ പങ്കിൻ്റെ അഡീഷണൽ ആഡ് ചെയ്ത 6.5 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീന് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അത് ഞാൻ ആദ്യമേ പറയാൻ കാരണം പലരും ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റോ കാര്യങ്ങളിടും, അതുകൊണ്ടാണ്. പിന്നെ ഡോർ സൈഡിൻ്റെ വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലെ 2 ഡോർ നിങ്ങൾക്ക് പവർ വിൻഡോ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 1 ടച്ച് ഡോറാണ്, ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷൻ കാണാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബോ കാര്യങ്ങളോ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബോ കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രണ്ട് ലൈനിൽ വരുന്നില്ല. ഓക്കെ, പിന്നെ ജസ്റ്റ് ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലൈറ്റ് അഡ്ജസ്റ്റ് കാര്യങ്ങൾ, സ്വിച്ച് കാര്യങ്ങളൊക്കെ നോബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റും വരുന്നുണ്ട് ലൈറ്റിൽ തന്നെ. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ലൈനും ഇതും തമ്മിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിങ്ങിൽ വേറെ കൺട്രോൾസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഈവൻ കംഫർട്ട് ലൈനിലും വരുന്നില്ല. പിന്നെ കംഫർട്ട് ലൈനിൽ ഓൾമോസ്റ്റ് സെയിം ആണ്, അതായത് ഡോറിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷേ അവിടെ നമുക്ക് മിറർ അഡ്ജസ്റ്റിങ്ങിന് നോബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റീരിയോ കൺട്രോൾ അല്ലെ അങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോളോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ഓൾമോസ്റ്റ് സെയിം ആണ്, അതായത് ഇതിനെയാണ് നമുക്ക് കംഫർട്ട് ലൈനിൽ കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് സിസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് അഡീഷണലി ആഡ് ചെയ്തതാണ്. അതായത് ഷോറൂമിൽ ഡെമോ വെക്കുന്ന വണ്ടി ആയതുകൊണ്ട് അഡീഷണലി ആഡ് ചെയ്തതാണ്. മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇത് അറൗണ്ട് ഒരു 15 സംതിങ്ങിൻ്റെ അടുത്താണ് വരുന്നത് ബ്ലൂ പങ്കിൻ്റെ. അത് നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, പിന്നെ AC ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം മാനുവലാണ്, അതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതായത് നോർമൽ MPI എഞ്ചിൻ 1 ലിറ്ററിൽ 5 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയിട്ടാണ് വരുന്നത്.
പിന്നെ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സ്പേസ് ഉണ്ട്, പക്ഷേ കൂളിങ്ങിൻ്റെ ഓപ്ഷൻ ഇതിലില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ വ്യൂ മിററും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ വേറെ എന്താ പറയുക ഓട്ടോ ഡിമ്മിങ്ങോ ഫംഗ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ സൺ ബ്ലൈൻഡ് കാര്യങ്ങൾ വിത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ മിറർ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കുകയാണെങ്കിൽ വേറെ പറയത്തക്ക വിധത്തിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. ട്രെൻഡ് ലൈനിലാണെങ്കിൽ അത്രയാണ് പറയാനുള്ളത്. ഇത് ഞാൻ പറഞ്ഞു നേരത്തെ, നമുക്കിത് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജസ്റ്റ് എന്താ പറയുക നോബും കാര്യങ്ങളാണ്. ഓക്കെ, അത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം, അല്ലാതെ ഇലക്ട്രിക്കലി ബാക്കി വണ്ടികൾക്കൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ട്രെൻഡ് ലൈനിലെ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. അത്രയൊക്കെയാണ് എനിക്ക് ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇവിടെ നമുക്കൊരു എന്താ പറയുക ബോട്ടിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യം കെയർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലധികം വേറെ എന്താ സ്പേസ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുമത് ഇവിടെ 2 സ്പേസ് കാര്യങ്ങൾ ബോട്ടിൽ, അതായത് സ്മോൾ ബോട്ടിൽ കെയർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12 വാട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണുള്ളത് ഫ്രണ്ടിൽ. നമുക്ക് നേരെ റിയർ നോക്കാം. റിയറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ചേഞ്ചസ്, അതായത് ബാക്കി എല്ലാ ബോളുകളും നോക്കുകയാണെങ്കിൽ സെയിം ആണ് വരുന്നത്. അതിൽ അഡീഷണൽ ആയിട്ട് ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല പുറകിലേക്ക്. പിന്നെ പുറകിലേക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലിയാണ്. അതായത് നമുക്ക് സാധാ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ മാനുവലി ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ട്രെൻഡ് ലൈനിലാണ്. കംഫർട്ട് ലൈനിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക ഇവിടെ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇത് നമുക്ക് മാനുവലി ജസ്റ്റ് എന്താ പറയുക കറക്കിയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ട്രെൻഡ് ലൈനിൽ. പിന്നെ ട്രെൻഡ് ലൈനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പാർസൽ ട്രേ ഒന്നും ഉണ്ടാവത്തില്ല. അതിൻ്റെ ഞാൻ ഇതിനു മുമ്പുള്ള കമ്പാരിസൺ വീഡിയോയിൽ പറഞ്ഞിട്ട് അത് കംഫർട്ട് ലൈൻ തൊട്ടിട്ടാണ് വരുന്നത്. അതിൽ വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. 2 സൈഡിലാണെങ്കിലും ഗ്ലാസും കാര്യങ്ങളൊക്കെ വിൻഡോയും കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലി താഴ്ത്താനുള്ള ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സ്പേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും സെയിം ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസിലും. അതായത് ബാക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രം എന്താ പറയുക ഒരു ലുക്ക്, അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റൈലിലും കാര്യത്തിലൊക്കെ മാറ്റം ഉണ്ടാകും. കംഫർട്ട് ലൈനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിച്ച് ആയിരിക്കും. ഹൈ ലൈനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും ഇതിലും കൂടുതൽ. പിന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാ വണ്ടികളിലുള്ളത്. ജസ്റ്റ് അതായത് മാസ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വണ്ടി രണ്ടും അടുത്ത് ഇട്ടുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനിൽ നമുക്ക് റിയർ വൈപ്പറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് നമുക്ക് കംഫർട്ട് ലൈൻ തൊട്ടിട്ട് അങ്ങോട്ടേക്കുള്ള എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഇത്ര മാത്രമാണ് ജസ്റ്റ് ഒരു കമ്പാരിസൺ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് എന്തെങ്കിലും കമ്പാരിസൺ വീഡിയോ അല്ല റിവ്യൂ ആയിട്ട് കാണാം. ഓക്കെ.